നമസ്കാരം. പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. ലോകരാഷ്ട്രങ്ങൾക്കിടയിൽ വലിയ മാറ്റങ്ങളാണ് ദിനംപ്രതി സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഗൾഫിലാണ് പ്രത്യേകിച്ചും മാറ്റങ്ങൾ പ്രകടമാകുന്നത്. അമേരിക്കയ്ക്കൊപ്പം നിലകൊണ്ടിരുന്ന സൗദിയും ഗൾഫ് രാജ്യങ്ങളും ഇപ്പോൾ നിലപാടിൽ മാറ്റങ്ങൾ വരുത്തിയതായാണ് റിപ്പോർട്ടുകൾ ചൂണ്ടിക്കാണിക്കുന്നത്. അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡന്റെ നിരന്തരമായുള്ള ആവശ്യം സൗദി അറേബ്യ തള്ളിയത് ഇതിന്റെ ഭാഗമാണ് എന്നാണ് വിലയിരുത്തൽ. റഷ്യ ഒതുക്കാനുള്ള അമേരിക്കയുടെ നീക്കത്തിനൊപ്പം തന്നെ നിൽക്കില്ലെന്ന് വ്യക്തമാക്കിയിരിക്കുകയാണ് സൗദിയും UAEയും കുവൈറ്റും ഉൾപ്പെടെയുള്ള ഗൾഫ് രാഷ്ട്രങ്ങൾ. എന്നാൽ ഇതാകട്ടെ ജോ ബൈഡനെ ചില കടുത്ത നടപടികളിലേക്ക് നയിച്ചേക്കുമെന്ന സൂചനയുമുണ്ട്. എന്നാൽ പൊന്നുവിളയുന്ന ഗൾഫിനെ പൂർണ്ണമായും അകറ്റിയുള്ള നീക്കങ്ങൾക്ക് അമേരിക്ക മുതിരാനും ഇടയില്ല. ആയതിനാൽ തന്നെ അമേരിക്ക ആവശ്യപ്പെട്ട പോലെ റഷ്യയെ പൂർണ്ണമായും തള്ളാൻ എന്തുകൊണ്ടാണ് സൗദി തയ്യാറാകാത്തതെന്ന ചോദ്യമാണ് ഉയർന്നു വരുന്നത്. അതായത് ഒരു പക്ഷവും പിടിക്കാതിരിക്കുക എന്നതാണ് സൗദിയുടെ പുതിയ നയം. എന്നാൽ അമേരിക്ക നിരന്തരം പുതിയ ആവശ്യങ്ങൾ മുന്നിൽ വയ്ക്കുന്നു. ഇത് ഗവനിക്കാതെ വരുമ്പോൾ സൗദി റഷ്യയുടെ ഭാഗമാണെന്ന പ്രചാരണത്തിന് ഇടയാക്കും. സത്യത്തിൽ സൗദി റഷ്യൻ ചേരിയിലേക്ക് മാറിയിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ അതെ എന്ന് പറയാൻ ചില പ്രകടമായ തെളിവുകൾ മുന്നിലുണ്ട്. അമേരിക്കയും റഷ്യയും ആഗോള ഊർജ്ജ രംഗത്ത് പ്രധാന ശക്തിയാണെന്നത് മാത്രമല്ല കാര്യം, പശ്ചിമേഷ്യയിലെ നീർന്ന പല പ്രശ്നങ്ങളിലും ഇവരും കണ്ണികളാണ്. സിറിയ മുതൽ ലിബിയ വരെയുള്ള സംഘർഷ വിഷയങ്ങളിലും റഷ്യയ്ക്കും അമേരിക്കയ്ക്കും പങ്കുണ്ട്. സിറിയയിൽ അമേരിക്ക വിമതരുടെ പക്ഷമാണ്. റഷ്യ ഭരണപക്ഷത്തും അമേരിക്കയും റഷ്യയും ഇടപെട്ട പശ്ചിമേഷ്യയിലെ പല രാജ്യങ്ങളും സംഘർഷ കലുഷിതമായി എന്നതാണ് ചരിത്രം. അമേരിക്ക സൗദി അറേബ്യയുമായി അടുത്ത ബന്ധം കാത്തു സൂക്ഷിക്കുന്നുണ്ട്. എന്നാൽ മനുഷ്യാവകാശ ലംഘനങ്ങൾ ചൂണ്ടിക്കാട്ടി സൗദിയെ വിമർശിക്കുന്നുമുണ്ട്. എന്നാലോ റഷ്യയുടെ കാര്യം മറിച്ചാണ്. സൗദിയെ ഒരു വിഷയത്തിലും റഷ്യ വിമർശിക്കുന്നുമില്ല. അതുകൊണ്ട് തന്നെയാണ് റഷ്യയെ ഒറ്റപ്പെടുത്തണമെന്ന അമേരിക്കയുടെ ആവശ്യം സൗദി പരിഗണിക്കാത്തത്. യുക്രൈനെതിരെ റഷ്യ ആക്രമണം തുടങ്ങിയ വേളയിൽ അമേരിക്ക റഷ്യക്കെതിരെ ഉപരോധം പ്രഖ്യാപിക്കുകയുണ്ടായി. സഖ്യരാജ്യങ്ങളോട് ഉപരോധത്തിൽ പങ്കാളിയാകാനും ആവശ്യപ്പെട്ടു. യൂറോപ്പിലെ മിക്ക രാജ്യങ്ങളും അമേരിക്ക പറയുന്നത് പോലെ തന്നെ റഷ്യക്കെതിരെ നടപടിയെടുത്തു. എന്നാൽ സൗദിയും ഗൾഫിലെ സഖ്യരാജ്യങ്ങളും പക്ഷേ റഷ്യക്കെതിരെ നടപടിക്ക് തയ്യാറായില്ലെന്ന് മാത്രമല്ല സൗഹൃദം കൂടുതൽ ദൃഢമാക്കുകയും ചെയ്തു. റഷ്യ ഒറ്റപ്പെടുത്തുന്നത് തിരിച്ചടിയാകുമെന്നാണ് സൗദിയുടെ നിലപാട്. റഷ്യയുടെ എണ്ണയ്ക്കെതിരെ അമേരിക്ക ഉപരോധം പ്രഖ്യാപിച്ചപ്പോൾ എണ്ണവില കുറച്ചു നൽകാൻ റഷ്യ തയ്യാറായി. ഈ ഘട്ടത്തിൽ റഷ്യൻ എണ്ണ വാങ്ങാൻ ആദ്യം വന്ന രാജ്യങ്ങളിലൊന്ന് സൗദിയാണ്. സൗദിയിൽ ഇഷ്ടം പോലെ എണ്ണയുള്ളപ്പോഴാണ് റഷ്യയിൽ നിന്ന് ഇറക്കുമതി ചെയ്യുന്നത് എന്നതും എടുത്തു പറയേണ്ടത് തന്നെ. റഷ്യ ഉപരോധിക്കുമ്പോൾ സൗദി കൂടുതൽ എണ്ണ നൽകി സഹായിക്കണമെന്ന അമേരിക്കയുടെ ആവശ്യം സൗദി തള്ളുകയാണ് ചെയ്തത്. വൈദ്യുതോൽപാദനത്തിന് കൂടുതൽ എണ്ണ സൗദിക്ക് ആവശ്യമാണ്. ഈ സാഹചര്യത്തിലാണ് വില കുറഞ്ഞ റഷ്യയുടെ എണ്ണ വാങ്ങി വൈദ്യുതോൽപാദനത്തിന് ഉപയോഗിക്കാൻ സൗദി തീരുമാനിച്ചത് തന്നെ. കൂടാതെ സൗദിയിൽ ഉൽപ്പാദിപ്പിക്കുന്ന എണ്ണ പതിവ് പോലെ വിദേശത്തേക്ക് കയറ്റുമതി ചെയ്യുന്നുണ്ട്. എന്നാൽ ഇന്ത്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങളും റഷ്യയുടെ വില കുറഞ്ഞ എണ്ണ വാങ്ങിക്കൂട്ടുകയാണ് ചെയ്തത്. അതേസമയം എണ്ണ വില കുറച്ച് സാമ്പത്തിക ഞെരുക്കം കുറയ്ക്കാൻ നടപടി സ്വീകരിക്കണമെന്ന് അമേരിക്ക ആവശ്യപ്പെടുകയും ചെയ്തിരുന്നു. എന്നാൽ ഈ ആവശ്യം സൗദിയും ഗൾഫ് രാജ്യങ്ങളും തള്ളുകയാണ് ചെയ്തത്. അവർ എണ്ണ ഉൽപ്പാദനം വെട്ടിക്കുറയ്ക്കാൻ തീരുമാനിച്ചു. ഇതോടെ വരും മാസങ്ങളിൽ എണ്ണ വില ഉയരും. ഇടക്കാല തെരഞ്ഞെടുപ്പ് നേരിടാൻ പോകുന്ന അമേരിക്കയ്ക്ക് കനത്ത തിരിച്ചടിയാണ് സൗദിയുടെയും റഷ്യയുടെയും പുതിയ തീരുമാനം. ഈ വേളയിൽ തന്നെയാണ് അമേരിക്കയിൽ നിന്ന് ആയുധങ്ങളും മറ്റും സൗദിയും കുവൈറ്റും UAEയും ഇറക്കുമതി ചെയ്യുന്നത് എന്നതും എടുത്തു പറയേണ്ടത് തന്നെ. കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.